ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിൽ സ്ഥാപിതമായ പട്ടം കോളനിക്ക് 70 വയസ്സ്. സ്വാതന്ത്ര്യാനന്തരം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഇടുക്കിയുടെ മലനിരകളെ കേരളത്തോട് ചേർത്ത് നിർത്തിയത് അന്നത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയുടെ ദീർഘവീക്ഷണമായിരുന്നു. അരയണ വിലയുള്ള ഫോമിൽ അപേക്ഷിച്ച കർഷകർക്ക് പതിച്ചു നൽകിയത് 5 ഏക്കർ ഭൂമി. കർഷകനാണെന്ന് വിലയിരുത്തിയത് കൈയിലെ തഴമ്പു നോക്കി. പണിയായുധങ്ങളും വായ്പയും നൽകിയാണ് ഇടുക്കിയിലുള്ള അതിർത്തി മേഖലയിലേക്ക് കർഷകരെ കുടിയിരുത്തിയത്. കടുത്ത മൂടൽമഞ്ഞ്, കൊടും തണുപ്പ്, വന്യമൃഗ ആക്രമണം, പോതപ്പുല്ല് നിറഞ്ഞ ഭൂമി. ഹൈറേഞ്ചിലേക്കെത്തിയ കർഷകരെ കാത്തിരുന്നത് പ്രതിസന്ധിയുടെ നാളുകളായിരുന്നു. എന്തൊരു ദുരിതമായിരുന്നു. ഓരോരുത്തര് പട്ടിണി കിടന്നു, പാണ്ടിയിലൊക്കെ പോയി, ഓരോന്ന് വിറവ് കൊണ്ട് പോയി പാണ്ടിന്ന് സാധനം മേടിച്ചുകൊണ്ട് വരുന്നു. വെട്ടിറങ്ങിയിട്ട് വലിയ പോതയാ, ഇത്രയും പോത. തമിഴ് ഭൂരിപക്ഷ മേഖലകളായ ഇന്നത്തെ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം താലൂക്കുകൾ കേരളത്തിനൊപ്പം നിലനിർത്തുക എന്നതായിരുന്നു ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിന്റെ പ്രധാന ലക്ഷ്യം. പട്ടം കോളനിക്ക് പുറമെ കാന്തല്ലൂർ, ദേവിയാർ കോളനികളും സ്ഥാപിച്ചു. ഇന്നത്തെ നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പട്ടം കോളനിയിൽ 5 ഏക്കർ വീതമുള്ള 1397 ബ്ലോക്കുകളാണ് അനുവദിച്ചത്. മുണ്ടിയേരുമയിലും തേർഡ് ക്യാമ്പിലും പൊതു ആവശ്യങ്ങൾക്കായും ഭൂമിയും നീക്കിവെച്ചു. ഈ മണ്ണിൽ അത്യധ്വാനിച്ചുകൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ട്, ചോര നീരാക്കി, മണ്ണിൽ വിയർപ്പ് ഉണ്ടാക്കി സുഗന്ധവ്യഞ്ജന മേഖലയുടെ പ്രദേശമാക്കി ഈ പ്രദേശത്തെ മാറ്റിയ ഒരു കൂട്ടം കർഷക ജനതയുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ കഥകളാണ് 70 ആണ്ട് പിന്നിടുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. കർഷകർക്കൊപ്പം വിവിധ തൊഴിൽ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും ഭൂമി അനുവദിച്ചു. വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും ആരംഭിച്ചു. കാന്തല്ലൂര്, മറയൂര് 500 പേർക്ക് വീതവും, പട്ടം കോളനിയിൽ 5 ഏക്കർ വീതം 1500 പേർക്കുമാണ് വസ്തു അന്ന് കൊടുത്തത്. അതുകൂടാതെ കാഞ്ചാറ് പ്രദേശത്തേക്ക് ഒരു 10-70 ബ്ലോക്കുകാർ വെച്ചുമാറ്റം ആവശ്യപ്പെട്ട് കാഞ്ചാറ് ഭാഗത്തേക്കും പോയി. അപ്പോൾ അവശേഷിക്കുന്ന 1397 ബ്ലോക്കുകാരാണ് ഇപ്പം നമ്മുടെ പട്ടം കോളനിയിൽ അവശേഷിക്കുന്നത്. ഒരു കൂട്ടായ്മയുടെ വിജയഗാഥയാണ് പട്ടം കോളനിയുടെ വിജയകഥ. 70ാം വാർഷികം 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളോടെ ആഘോഷമാക്കുകയാണ് നാട്ടുകാർ. മീഡിയ 1 ഇടുക്കി.